പ്രിയപ്പെട്ടവരെ, നമസ്കാരം. ഇന്ന് ലോകത്തുള്ള ഏത് ഭാഷയിലുള്ള കവിത എടുത്ത് പരിശോധിച്ചാലും ഏറ്റവും ഉജ്ജ്വലമായ കവിതകളിൽ പലസ്തീൻ കവികളുടെ കവിതകൾ കാണാൻ സാധിക്കും. കാരണം നമ്മളെപ്പോലെ ഭാവനയിൽ നിന്നല്ല, അനുഭവത്തിന്റെ തീച്ചൂളയിൽ നിന്നുകൊണ്ടാണ് അവർ കവിതകൾ രചിക്കുന്നത്. ഏതായാലും പലസ്തീൻ കവിയത്രി നഅമ ഹസന്റെ കവിത ഇംഗ്ലീഷിൽ വളരെ പോപ്പുലർ ആയിരിക്കാം. ആ കവിതയെ ഞാനൊന്ന് ഇവിടെ അവതരിപ്പിക്കുകയാണ്. ഗൂഗിൾ ട്രാൻസ്ലേഷന്റെ സഹായത്തോടെ ഒന്ന് മലയാളത്തിലാക്കിയതാണ്. പോരായ്മകളുണ്ടാവാം, എന്നാലും അത് ചൊല്ലണമെന്നൊരാഗ്രഹം കൊണ്ട്, അത് വായിക്കണമെന്നൊരാഗ്രഹം കൊണ്ട് ചെയ്തതാണ്. കവിതയിലേക്ക് കടക്കാം. എന്റെ ഭയത്തെക്കുറിച്ച് നിങ്ങൾ ചോദിക്കുമ്പോൾ കാപ്പിക്കടക്കാരന്റെ മരണത്തെക്കുറിച്ച് ഞാൻ പറയും. എന്റെ പാവാട ഒരു കുടിലിന്റെ മേൽക്കൂരയായി മാറിയതിനെക്കുറിച്ചും. എന്റെ ഭയത്തെക്കുറിച്ച് നിങ്ങൾ ചോദിക്കുമ്പോൾ കാപ്പിക്കടക്കാരന്റെ മരണത്തെക്കുറിച്ച് ഞാൻ പറയും. എന്റെ പാവാട ഒരു കുടിലിന്റെ മേൽക്കൂരയായി മാറിയതിനെക്കുറിച്ചും. എന്റെ പൂച്ചയെക്കുറിച്ച് പറയട്ടെ. കത്തിച്ചാമ്പലായ ഒരു നഗരത്തിൽ ഉപേക്ഷിക്കപ്പെട്ട എന്റെ പൂച്ച. അതിന്റെ മ്യാവു എന്ന ഒച്ച എന്റെ തലയിൽ ഇപ്പോഴും മുഴങ്ങുന്നു. എന്റെ പൂച്ചയെക്കുറിച്ച് പറയട്ടെ. കത്തിച്ചാമ്പലായ നഗരത്തിൽ ഉപേക്ഷിക്കപ്പെട്ട എന്റെ പൂച്ച. അതിന്റെ മ്യാവു എന്ന ഒച്ച എന്റെ തലയിൽ ഇപ്പോഴും മുഴങ്ങുന്നു. മഴയുതിർക്കാത്തൊരു വലിയ മേഘം, മിഠായി എറിഞ്ഞു തരുന്നൊരു വിമാനവും നിറമുള്ള ചുവരുകളും എനിക്ക് വേണം. മഴയുതിർക്കാത്ത വലിയ മേഘം, മിഠായി എറിഞ്ഞു തരുന്നൊരു വിമാനവും നിറമുള്ള ചുവരുകളും ഇനി എനിക്ക് വേണം. അവിടെ എനിക്കൊരു കുട്ടിയെ വരയ്ക്കണം. തുറന്ന കൈകളോടെ പുഞ്ചിരിക്കുന്ന കുട്ടി. അവിടെ എനിക്കൊരു കുട്ടിയെ വരയ്ക്കണം. തുറന്ന കൈകളോടെ പുഞ്ചിരിക്കുന്ന കുട്ടി. എന്റെ കൂടാരത്തിന്റെ സ്വപ്നമാണത്. എനിക്ക് സ്നേഹവും മതിയായ ധൈര്യവുമുണ്ട്. എനിക്ക് സ്നേഹവും മതിയായ ധൈര്യവുമുണ്ട്. അസ്തമിച്ചുപോയ കെട്ടിടങ്ങളിൽ കയറാനും സ്വപ്നത്തിൽ നിങ്ങളുടെ കൈകളിലേക്ക് ചാടാനും എനിക്ക് മതിയായ ധൈര്യവുമുണ്ട്. അസ്തമിച്ചുപോയ കെട്ടിടത്തിലേക്ക് കയറാനും സ്വപ്നത്തിൽ നിങ്ങളുടെ കൈകളിലേക്ക് ചാടാനും. അങ്ങനെയെങ്കിൽ ഞാനിപ്പോൾ സുഖമായിരിക്കുന്നു എന്നെനിക്ക് ഏറ്റു പറയാം. അങ്ങനെയെങ്കിൽ ഞാനിപ്പോൾ സുഖമായിരിക്കുന്നു എന്നെനിക്ക് ഏറ്റു പറയാം. ദയവായി എൻ്റെ സ്വപ്നത്തെക്കുറിച്ച് ഒന്നുകൂടി എന്നോട് ചോദിക്കൂ. ദയവായി എൻ്റെ സ്വപ്നത്തെക്കുറിച്ച് ഒന്നുകൂടി എന്നോട് ചോദിക്കൂ. ദയവായി എൻ്റെ ഭയത്തെക്കുറിച്ച് വീണ്ടും എന്നോട് ചോദിക്കൂ. ദയവായി എൻ്റെ ഭയത്തെക്കുറിച്ച് വീണ്ടും വീണ്ടും എന്നോട് ചോദിക്കൂ. താങ്ക് യു.